ഓ, അതായത് പിണങ്ങാണ്ടി താമസിക്കുന്ന ക്ലിഫ് ഹൗസിൽ ഉടനെ ഒരു മരണമുണ്ടാകുമെന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് സാധാരണ പ്രവചനമൊന്നുമല്ല. പിണങ്ങാണ്ടിയുടെ കൃത്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ച, സമയം നോക്കി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ച ജോത്സ്യൻ പറഞ്ഞിരിക്കുകയാണ്, ഉടനെ ക്ലിഫ് ഹൗസിൽ ഒരു മരണമുണ്ടാകും. ഈ അടുത്ത കാലത്ത് മരം വെട്ടാൻ വന്ന ഫയർഫോഴ്സുകാർ ഡേം എന്ന് പറഞ്ഞിട്ടാണ് വീണത്. എന്താണ് കാരണം? കഴിഞ്ഞ കുറേ കാലമായി ഈ ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അപശകുനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി കാലങ്ങളിൽ ആരും കേൾക്കാത്ത ആ അതിമനോഹരമായ പാട്ടുകളാണ്. നമ്മൾ ഒരു സിനിമ കണ്ടിട്ടുണ്ട് മുമ്പ്, നമ്മളെ നീലിയുടെ ഒരു വടയക്ഷി നീലിയുടെ ഒരു സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. അതേപോലെയുള്ള നീലി ആരോ, നീലിയാണോ ഇനി വേറെ നീലിയാണോ എന്നറിയില്ല, രാത്രി കാലങ്ങളിൽ വീടിൻ്റെ ക്ലിഫ് ഹൗസിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഭയങ്കര പാട്ടും ഡാൻസാണ്. ഭയങ്കര ശല്യം വന്നപ്പോൾ കവടി നിരത്തി എല്ലാം നോക്കിയപ്പം ഇതൊരു അസാധാരണ ശക്തിയുള്ള സംഭവമാണെന്ന് മനസ്സിലായി. അതിന് തീർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അടുത്ത പരിപാടി. ആ പരിപാടി ഒപ്പിച്ചപ്പം, എല്ലാ കാര്യങ്ങളും അവിടുന്ന് ആക്കി ഒപ്പിച്ചപ്പം അത് ക്ലിഫ് ഹൗസ് വിട്ട് പോയില്ല എന്ന് മാത്രമല്ല, ക്ലിഫ് ഹൗസിൻ്റെ മതിലിൻ്റെ മുകളിൽ കയറിയിട്ടാണ് പിന്നെ പരിപാടി. രാത്രി കാലങ്ങളിൽ അടിപൊളി ഡാൻസ്, പാട്ട്, ഇങ്ങനെ ഇത് വർദ്ധിച്ചു വന്നതോടുകൂടി പിണങ്ങാണ്ടിക്കും വീട്ടുകാർക്കൊക്കെ ഭയങ്കര പ്രശ്നമായി. പിന്നെ അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി മതിൽ ഉയരത്തിലേക്ക് കെട്ടിയിട്ടും പ്രശ്നം തീർന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? പിന്നെ കാണുന്നത് മരച്ചില്ലകളിൽ നിന്നിട്ട് ആ ഡാൻസ്, മരത്തിനെ കൊമ്പുകൊണ്ട് വെട്ടി. അവിടുന്ന് വെട്ടിയപ്പം നമ്മളെ പിണങ്ങാണ്ടി വിചാരിച്ച് അതോടുകൂടി കഴിഞ്ഞു എന്നാണ്. പിന്നെ നോക്കുമ്പോൾ എവിടെയുണ്ട്? ഗേറ്റിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ഡാൻസ്. രാത്രി കാലങ്ങളിൽ വിറവലോട് കൂടിയിട്ടാണ് പിണങ്ങാണ്ടിയും കമലമ്മയും ബാക്കി എല്ലാവരും കിടന്നുറങ്ങുന്നത്. ഇതെങ്ങനെ സഹിക്കും? അവസാനമാണ് ഒരു തീരുമാനം എത്തിച്ച ഭൂലോകത്തിലെ ഏതു പ്രശ്നങ്ങളും ആവഹിച്ച് ഇല്ലാതാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോത്സ്യനെ കൊണ്ടുവന്ന് നിരത്തി കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എന്താ, ഇതിനെ ഇല്ലാതാക്കാൻ ഒറ്റ മാർഗമുള്ളൂ, ഇല്ലാതാക്കാൻ പറ്റില്ല, അതിനെ അടക്കി ഒതുക്കി അവിടെ നിർത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒന്ന് നീന്തൽക്കുളം, യക്ഷിമാർക്ക് ഏറ്റവും സൗകര്യപ്രദമായി കുളിക്കണം, നീരാടണം. അത് നീരാടാൻ വേണ്ടിയുള്ള ഒരു നീന്തൽക്കുളം. അല്ലാതെ നമ്മളെയൊക്കെ വിചാരിച്ച് പാവം പിണങ്ങാണ്ടീനെ പറ്റി തെറ്റിദ്ധരിച്ച് പോയിട്ടോ, പിണങ്ങാണ്ടിക്ക് 10-40 ലക്ഷം രൂപ ചെലവഴിച്ച് പിന്നെ കുട്ടികൾക്കും മക്കൾക്കൊക്കെ നീന്തൽക്കുളത്ത് കുളിക്കാനാണെന്നാണ് തെറ്റിദ്ധരിച്ച്. അല്ല, ഈ നീന്തൽക്കുളത്തിൽ ആർക്ക് നീരാടാനാ? നമ്മളെ ഈ യക്ഷികൾക്ക്. അതായത് ഈ യക്ഷി എവിടുന്ന് വന്നു, എങ്ങനെ വന്നു? അപ്പം നോക്കുമ്പോഴാണ് ആ വീട്ടിൽ വെച്ച് നടത്തിയ ഒരു ഹത്യയാണത്. ആ ഹത്യേൻ്റെ ഭാഗമായിട്ട് പൂർണ്ണമായും മരിക്കാത്ത ആ പെൺകുട്ടി യക്ഷിയായി മാറി പ്രതികാരം തീർക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാത്രികാലങ്ങളിൽ നൃത്തവും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് പിണങ്ങാണ്ടിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ കൊടുത്തത്. അങ്ങനെ നീന്തൽക്കുളം മാത്രം പോരാ, പശുക്കൾക്ക് ഭയങ്കര ശക്തിയാണ് അത്രയും ഈ യക്ഷികളെ അങ്ങനെ ആവഹിച്ചെടുക്കാൻ വേണ്ടി നല്ല പശുത്തൊഴുത്ത് മാത്രം പറയും, മ്യൂസിക്കും വേണം. കാരണം ഡാൻസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് യക്ഷികൾക്ക് വേണ്ടത്. അപ്പോൾ മ്യൂസിക്കും പശുക്കളാവുമ്പം ഓരോ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി യക്ഷീനെ അവിടെ കടന്നോളും എന്നുള്ളതാണ് ആര് പറഞ്ഞെടുത്തത്? നമ്മളെ ജോത്സ്യം പറഞ്ഞെടുത്തിരിക്കുന്നത്. അതും ചെയ്തു. 45-50 ലക്ഷം രൂപയാണേ പശുത്തൊഴുത്തിന് പോണത്. പിന്നെയാണ് നമ്മുടെ വീടൊക്കെ ഒന്ന് ഇതാക്കി എല്ലാം കൂടെ 2 കോടി രൂപയെ ഇപ്പോൾ ഇതാ അതെല്ലാം കൂടെ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് പറഞ്ഞത്, വെളുത്ത കാറിൽ സൂക്ഷിക്കണം, യക്ഷികൾ വെളുത്ത കാറിൽ കയറിക്കൂടും.
പിന്നെ നിയന്ത്രണം വിട്ടിട്ട് എന്തൊക്കെയാ സംഭവിക്കുക എന്നറിയില്ല. അതോടുകൂടി പെണുങ്ങാണ്ടിക്ക് കൃത്യമായി ഡയറക്ഷൻ കിട്ടി. കറുത്ത കാറുകൾ, കറുത്ത പെയിൻ്റ് അടിച്ച കാറുകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കറുത്ത പെയിൻ്റ് അടിച്ച കറുത്തത് കാണുമ്പോൾ, എവിടെയും കറുത്തത് കാണുമ്പോൾ പ്രശ്നമാണ്. അങ്ങോട്ട് എന്ത് വരും? പിന്നെ ഈ യക്ഷികൾക്ക് കറുത്തതിനോട് വല്ല ആസക്തി. പക്ഷെ അതേസമയത്ത് കറുത്തതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു വിടുകയാണെങ്കിൽ യക്ഷികൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അങ്ങനെ കറുത്ത കാറിൽ യാത്ര, വെളുത്ത കാർ ഒഴിവാക്കി കറുത്ത കാറാക്കി. പിന്നെ കറുത്തത് കാണുന്ന മുഴുവൻ പിന്നെ പെണുങ്ങാണ്ടിക്ക് വലിയ പ്രശ്നമാണ്. ഇപ്പം പെണുങ്ങാണ്ടീൻ്റെ വീട്ടിൽ 2 ഫയർ സർവീസ് മാൻമാർ വന്നിട്ട്, ഫയർ സർവീസ് എന്ന ആൾ വന്നിട്ട് മുകളിൽ കയറി, മരത്തിനുള്ളിൽ കയറി മരം വെട്ടാൻ പോയപ്പം ഡാം എന്ന് പറഞ്ഞിട്ട് പേര് വീണത്. അപ്പുറത്തെ പ്രശ്നം വേണോ? ജോത്സ്യനെ വിടാനെ വരുത്തി. എല്ലാം നോക്കിയപ്പം എന്താ കാണുന്നത്? യക്ഷി ഭയങ്കര ക്രുദ്ധയാണ്. ഏത് സമയത്ത് എന്ത് സംഭവിക്കാം എന്ന് സമ്മതിച്ച് നിൽക്കുകയാണ്. അപ്പം പറഞ്ഞു എത്രയും വേഗം ക്ലിഫ് ഹൗസ് വിട്ട് പോകുന്നതാണ് നല്ലത്. ക്ലിഫ് ഹൗസ് വിട്ട് വേറൊരു വീട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് അവിടേക്ക് മാറുന്നതാണ് നല്ലതെന്നുള്ള ജോത്സ്യൻ്റെ പ്രവചനം വന്നു. അതോടുകൂടിയിട്ട് ജോത്സ്യം പറയുന്നത് കേട്ട് ഉടനെ ഇപ്പം ക്ലിഫ് ഹൗസ് വിട്ട് പാവം പെണുങ്ങാണ്ടിക്ക് ജീവനും കൊണ്ട് ഓടാനുള്ള ഇപ്പോൾ ഉള്ള പുതിയ പരിപാടിയിലാണ്. പുതിയ വീട് ഉണ്ടാക്കാനുള്ള പരിപാടി. ഇപ്പോഴത്തെ വീടിന് എത്ര ചിലവാക്കിയെന്നറിയോ? ആപ്പാടെ 2-2.5 കോടിയൊക്കെ ഈ ക്ലിഫ് ഹൗസിന് ചിലവാക്കിയിട്ടുള്ളൂ. 10-51 വർഷം പഴക്കമുള്ള സംഭവമല്ലേ ക്ലിഫ് ഹൗസ്. അപ്പം അത് മോഡിഫൈ ചെയ്തെല്ലാം കൂടെ ഇതാക്കി എവിടെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഇവിടെ യക്ഷി അവിടുന്ന് മാറിപ്പോണില്ല. ഇനി ഒറ്റ മാർഗ്ഗമുള്ളൂ, അവിടെ യക്ഷിനെ വിട്ടേച്ച് വേറെ സ്ഥലത്തേക്ക് പോവുക. എന്തായാലും അവിടെയുള്ള മതിലുകൾക്കൊക്കെ കറുത്ത പെയിൻ്റ് ആയിരിക്കും. യക്ഷികൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇനി പുതിയൊരു ആഡംബരമായ ഒരു സംവിധാനം ഇതാക്കി ഈ യക്ഷി ഇവിടെ തന്നെ നിന്നോട്ടെ, ഇവിടെ ആരെഞ്ഞ് വന്ന് താമസിക്കുകയാണെങ്കിൽ ഓരോ മേലേക്ക് കയറിക്കോട്ടെ എന്നുള്ളതിൽ പെണുങ്ങാണ്ടി പുതിയ വീട് അന്വേഷിച്ച് നടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണിത്. 2024 എല്ലാ പ്രേക്ഷകർക്കും വത്സരാംശംസകൾ നേരുന്നു. അതോടൊപ്പം നമ്മളെ പെണുങ്ങാണ്ടിയുടെ വിശേഷങ്ങൾ തുടങ്ങുന്നു. നമ്മൾ പെണുങ്ങാണ്ടിയുടെ വിശേഷം തുടങ്ങിയത് 2005 ഫെബ്രുവരിയിലാണ്. പെണുങ്ങാണ്ടി ലാവ്ലിൻ കേസിൽ കോടിക്കണക്കിന് രൂപ മോഷ്ടിച്ചതിൻ്റെ തെളിവുമായിട്ട് ഞാൻ രംഗത്ത് വന്നപ്പോഴാണ്, അന്ന് മുതലാണ് പെണുങ്ങാണ്ടിയെക്കുറിച്ചുള്ള പറയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്ന് ജനങ്ങളെ, പത്രക്കാരെയൊക്കെ ബോധ്യപ്പെടുത്തി ഞാൻ ഇറങ്ങിയത്. അതിപ്പോൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് എന്നുള്ള വിശേഷമാണ് നമ്മുടെ മുന്നിൽ. 2024 പിറക്കുമ്പോൾ പെണുങ്ങാണ്ടിയെക്കുറിച്ച് 2 വാർത്ത ചെയ്യുമ്പോഴാണ് എല്ലാ സോഷ്യൽ മീഡിയയിലെ ആളുകൾക്കും റേറ്റിംഗ് കിട്ടുന്നത് എന്നുള്ള ഒരു സവിശേഷതയുണ്ട്. പെണുങ്ങാണ്ടി അതിനുവേണ്ടി ദിവസേന ഓരോ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു വെക്കുന്നുണ്ട്. പെണുങ്ങാണ്ടി ഇത് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട്, പെണുങ്ങാണ്ടി നമഃ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.